നമ്മളങ്ങനെ ചേച്ചിയുടെ പാൽ കാച്ചിലും ഗണപതി ഹോമവും ഒക്കെ കഴിഞ്ഞാൽ പ്രസാദമാണ് കഴിച്ചത് കേട്ടോ. ഞാൻ എല്ലായിടത്തും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചെറിയ ആൾക്കാരുടെ പരിപാടിയായിരുന്നു. ചെറിയൊരു കുഞ്ഞു പൂക്കളും നമ്മൾ ഉരുളിയിലൊക്കെ പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ആമിമൂള് കണ്ടില്ലേ അടിപൊളിയാക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ വീഡിയോസും സെൽഫീസൊക്കെ എടുത്തു. എൻ്റെ ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. പിന്നെ സെക്കൻഡ് ഡ്രസ്സായിരുന്നു ഇട്ടത്. നമ്മൾ പരിപാടിക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്തത് ഡ്രസ്സായിരുന്നു. അത് പാലുകാച്ചലിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും എന്ത് ചെയ്തു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വീഡിയോസൊക്കെ ചെയ്യും. പക്ഷേ അതെനിക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഴിവൊന്നും എനിക്കുള്ള ഗൈസ്. അതിനുള്ള കഴിവ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണതാണ് അതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. സദ്യയൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും പറ്റില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളും ആൾക്കാർ വരവൊക്കെ ആയിരുന്നു. അങ്ങനെയെല്ലാം ഞങ്ങൾ കിടന്ന് പിന്നെ വീട്ടിലൊക്കെ പോയി മേലൊക്കെ കഴുകി വന്നപ്പം എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടൈം കളയാതെ നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ടോ. എവിടെ പോയാലും ലാശ അതുണ്ടാകും. അങ്ങനെ പാക്കൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് സമ്മാനപ്പെട്ടികൾ പൊളിക്കേണ്ടേ. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി. ഒരുപാടൊന്നുമില്ല, കുറച്ച് ആൾക്കാരോട് പറയണം, കുറച്ചുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പൊട്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ചേച്ചീൻ്റെ ഫേസ് കാണാൻ ഭയങ്കര ഒരു സന്തോഷം കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരെ. ഓക്കെ, ബായ്.